എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളുടെ വൈജ്ഞാനിക വളർച്ചയ്ക്ക് അവരുടെ പഠന പുരോഗതിക്ക് വേണ്ടി അവർ സ്വന്തമായി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പോലും അവർക്ക് വേണ്ടി ഈ ഇസ്മിനെ പതിവാക്കുകയോ ചെയ്യുകയാണെങ്കിൽ വൈജ്ഞാനിക ഉയർച്ചയ്ക്ക് കാരണമാകും. അവർക്ക് ബുദ്ധിശക്തിയും ഫഹമും ആഖിലും ഗ്രാഹ്യശക്തിയൊക്കെ വർദ്ധിക്കാനും പഠനത്തിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാനും കാരണമാകുന്ന ഒരു ഇസ്മാണ് അസ്മാ ഉൽ ഹുസ്നയിലെ ഈ ഇസ്മ്. ഈ ഇസ്മിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്. ഇത് നിസ്കാരത്തിന് ശേഷം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 110 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ശരീരവേദന, നീർക്കെട്ട്, ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ ബാധിച്ചവർ, അവർക്കൊക്കെ ഈ ഇസ്മ് വളരെയധികം പ്രയോജനപ്രദമാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് പോകാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ ഓരോ വിഷയങ്ങളിലേക്ക് എത്തുമ്പോഴും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടം എത്തിയിട്ടത് സ്റ്റോപ്പാകുന്നു. ജോലിയുമായിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകൾക്ക് ഈ ഇസ്മ് ഒരു കടലാസിൽ കൃത്യമായി പറയുന്ന രൂപത്തിൽ എഴുതി ചുമന്ന് നടക്കുകയാണെങ്കിൽ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ഒരു പ്രത്യേക ഖിദ്മത്ത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും അവന് വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട വിദേശ യാത്രയ്ക്ക്, വിദേശത്തേക്ക് പോകാനുള്ള ആ കാര്യത്തിൽ നല്ലൊരു വഴി തുറന്നു കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ്. ഈ ഇസ്മിനൊരു ഇരട്ടക്ഷരമുണ്ട്. ആ ഇരട്ടാക്ഷരം ഇത് ഉന്നതമായ മർത്തബയെയും സ്ഥാനത്തെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത ഭാഗങ്ങളിൽ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ കൃത്യമായി ബോധിച്ച് അതിനനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. അപ്പോൾ ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്കത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. ഈ സമയം പാലിച്ച് തന്നെ വിളിക്കണം. ചിലപ്പോൾ അത് വളരെ പെട്ടെന്ന് ബുക്കിംഗ് ഫുള്ളാകുമ്പോൾ നമുക്ക് പിന്നീട് വിളിക്കുന്നവർക്ക് ബുക്കിംഗ് കൊടുക്കാൻ കഴിയില്ല. പലരും പറയുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരേ സമയം കുറേ ആളുകൾ വിളിക്കുമ്പോൾ എൻഗേജ്ഡ് ആയിരിക്കും. നമ്മൾ വളരെ പെട്ടെന്ന്, നിങ്ങൾ ബുക്ക് ചെയ്യാൻ വിളിക്കുന്നവർ തന്നെ പേരും സ്ഥലവും കാര്യങ്ങളും വിഷയവും പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. ഈ വിഷയം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില കേസസിന് നമുക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം കേസസ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും എടുക്കില്ല. അപ്പോൾ വന്നാൽ അത് ഒരു പ്രയാസമാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളെക്കുറിച്ച് നമ്മൾ പലതവണ പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്തവരാണ് അല്ലേ? അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പറഞ്ഞപ്പോൾ പലരും പലതും കേട്ടിട്ട് അവർ പറയുന്നു, ഇത് ഞങ്ങൾക്ക് പുതിയ അറിവാണ്, ഇത് ഞങ്ങൾക്ക് കേട്ടിട്ടില്ല. എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ കാണാനിടയായത്. അൽഹംദുലില്ലാ, എനിക്ക് ആ പ്ലാനുമായി ബന്ധപ്പെട്ട് കുറേ മാറ്റങ്ങൾ വരുത്താൻ അത് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ കമൻറ്റുകളിൽ എഴുതി അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അപാകതകളും അബദ്ധങ്ങളും ഒക്കെ ഇല്ലാതെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു വീടെന്ന സ്വപ്നം പൂവണിയാൻ കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറായ സ്ഥലം നൽകി വീട് വെക്കാനുള്ള വഴി അള്ളാഹു എളുപ്പാക്കട്ടെ. വീട് പണി തുടങ്ങി വെച്ച് തറപ്പണി കഴിഞ്ഞ് ഇതുവരെ ബാക്കി പണി പൂർത്തിയാക്കാൻ കഴിയാതെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ കഴിയുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് അവരുടെ എല്ലാ വഴികളും നല്ല ഖൈറിൻ്റെ വാതായനങ്ങൾ അള്ളാഹു അവർക്ക് തുറന്ന് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഹല്ല് തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാൻ നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അൽ അലിയ എന്ന് പറയുന്ന ഇസ്മുണ്ട്. അൽ അലിയ, ഐൻ ലാം ഡബിൾ യാ 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 അലിയ, അതാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് അത്യുന്നതൻ, സമുന്നതൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. നമ്മൾ ഒരു അമല് പറയുന്നതിൻ്റെ മുമ്പ് ആ ഇസ്മിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ
കൂടുതൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥത വേണമെന്നുള്ളതാണ്. ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ സാധിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനവും. അപ്പോൾ ഇഖ്ലാസോടുകൂടെ ചെയ്യണമെങ്കിൽ ആ ഇസ്മിനെ കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നോക്കൂ, യാ ബാസിത്തോ എന്ന് പറയുന്ന ഇസ്മ, യാ ബാസിത്തോ എന്ന് പറയുന്ന ഇസ്മിൻ്റെ മീനിങ് വരുന്നത് എന്താ? വിശാലത ചെയ്തു തരുന്ന റബ്ബേ, യജമാനനായ റബ്ബേ എന്ന എല്ലാ വിഷയത്തിലും ബസ്ത് ചെയ്തു തരുന്നവനായ റബ്ബ്. അപ്പോൾ നോക്കൂ, നിങ്ങളതിൻ്റെ അർത്ഥം, അതിൻ്റെ കൃത്യമായ ആശയം മനസ്സിലാക്കിയിട്ട് ഒരാൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ഇസ്മ അങ്ങ് വിളിക്കുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഇതിൻ്റെ കൃത്യമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആശയമൊക്കെ, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിതങ്ങ് വിളിക്കലോടുകൂടെ സംഭവിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സവിശേഷമായ ഗുണങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതൊക്കെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഒരു തവണ അങ്ങ് വിളിക്കുമ്പോൾ തന്നെ അള്ളാഹു പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥവും ആശയമൊക്കെ വളരെ കാര്യത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അത്യുന്നതൻ, സമുന്നതൻ എന്നൊക്കെയാണ് ഈ മഹത്തായ പദത്തിൻ്റെ അർത്ഥം. ഉലൂവ് എന്ന ഇസ്മിൽ നിന്നാണ്, എന്ന ധാതുവിൽ നിന്നാണ്, യഥാർത്ഥത്തിൽ ക്രിയാധാതുവിൽ നിന്നാണ് ഈ ഇസ്മിനെ, ഉലൂവ് എന്ന പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അലിയ് എന്നുള്ള പദം വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ അള്ളാഹു എല്ലാ നിലക്കും അത്യുന്നതാണ്. നമ്മെ പടച്ച റബ്ബ് എല്ലാ നിലക്കും അത്യുന്നതനാണ്. മനുഷ്യൻ എത്ര തന്നെ ഉയർന്നാലും നിരപാധികമായ നിലയിലുള്ള ഔന്നത്യം അവന് ലഭിക്കുകയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കീഴിലാണ്. അവൻ സൃഷ്ടാവും നാം സൃഷ്ടിയുമാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന സൃഷ്ടികളുടെ കൂട്ടത്തിലുള്ള അമ്പിയാക്കൾ, അതേപോലെ തന്നെ ഔലിയാക്കൾ, മലക്കുകൾ, ഇവരൊക്കെ ഉന്നതമായ സ്ഥാനത്തുള്ളവരിൽ പെട്ടതാണ്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അംബിയാ, ഔലിയാ, ഉലമാ, അതേപോലെ തന്നെ ഇവരൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരാണ്. അപ്പോൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അൽ അലിയു എന്നുള്ള ഈ പദം അത് സൃഷ്ടാവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഉള്ളൊരു മീനിങ് അല്ലാത്ത രൂപത്തിൽ ഒരു പരിമിതിയോടുകൂടെ ഉപയോഗിക്കാവുന്നത് പിന്നെ അവരിലേക്കാണ്. ഏത് ഉന്നതമായ സ്ഥാനത്തിലും മനുഷ്യവംശത്തിൽ നിന്ന് ആർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഔന്നത്യമുള്ള വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ അള്ളാഹുവിൻ്റെ ഔന്നത്യം, ഉന്നതമായ സ്ഥാനം അതേതു വിധത്തിൽ യാദൃശ്ചികമായി കൈവന്നതോ മറ്റൊരാൾ ആക്ഷേപിച്ചോ അല്ല, അത് നിരുപാധികവും അനിവാര്യവുമായതാണ്. അള്ളാഹുവിന് ആ ഉന്നത്യമായ സ്ഥാനം വഹിക്കൽ അത് അള്ളാഹുവിൻ്റെ അനിവാര്യതയിൽപ്പെട്ടതാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉണ്മ തന്നെ, നമ്മുടെ ഉണ്ടാവൽ തന്നെ അനിവാര്യതയിൽപ്പെട്ടതല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എല്ലാ നിലക്കും ഏറ്റവും ഉയർന്നവൻ ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അവനാണ് അത്യുന്നതൻ, അവനാണ് സമുന്നതൻ എന്നാണ് ഈ ഇസ്മിൻ്റെ ഒരർത്ഥവും അതിൻ്റെ ആശയതലവും. അവൻ്റെ പദവിക്ക് മീതെ മറ്റൊരു പദവിയുമില്ല. അവൻ മാലിക്കുൽ മുലൂക്കാണ്, അവൻ രാജാതിരാജനാണ്, അവൻ മാലിക്കുൽ മുലൂക്ക് രാജാതിരാജനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആധ്യാത്മികമായി പൂർണ്ണത പ്രാപിച്ച ആളുകളുടെ ദിക്റാണ് യഥാർത്ഥത്തിൽ ഇസ്മ. ആത്മീയ ലോകത്ത് ആധ്യാത്മികമായ പൂർണ്ണതയിലേക്ക് എത്തിയ ആളുകളുണ്ട്. ആത്മീയ ലോകത്ത് ഔലിയാക്കൾ, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹത്തുക്കൾ, അവരുടെ കൂട്ടത്തിൽ അങ്ങേയറ്റത്തേക്ക് പൂർണ്ണത പ്രാപിച്ച ആളുകളുണ്ട്. അവർ ഒരു ഇസ്മായിട്ട് കൊണ്ടു നടക്കുന്ന, ഒരു ദിക്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഇസ്മ കൂടെയാണ് അലി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഇസ്മിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി നോക്കൂ. അവരൊക്കെ ഇതൊരു ദിക്റായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചൊല്ലിയാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ ഒരു ഇസ്മ അത് ഷെയ്ഖുമാരുടെയും ഉന്നതരുടെയൊക്കെ ചില രഹസ്യങ്ങൾ ഈ ഇസ്മ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കത് കൂടുതൽ ഫലപ്രദമാകും, ഉപകാരം ചെയ്യും. ഇത് പ്രകീർത്തിക്കൽ
വർദ്ധിപ്പിക്കും തോറും അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ സ്ഥാനം ഉയർന്നിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പരലോകത്ത് ഉന്നതമായ സ്ഥാനം ആഗ്രഹിക്കുന്നവർ, അത് കൊതിക്കുന്ന ആളുകൾക്കൊക്കെ അലിയ് എന്ന് പറയുന്ന ഈ മഹത്തായ ഇസ്മ അവരുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ്. അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ ജീവിത വസന്തം അള്ളാഹു അയാളിൽ നൽകും, ജീവിതത്തിലുള്ള ഹൈറായ കാര്യങ്ങളൊക്കെ നൽകും. അപ്പോഴാണ് ഉന്നതമായ സ്ഥാനം പരലോകത്ത് ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇസ്സത്തുള്ള ജീവിതം ദുനിയാവിലും വേണം. അപ്പോൾ ദുനിയാവിൽ അയാൾക്ക് വലിയ സ്ഥാനം കിട്ടാൻ കാരണമാകും. ജനങ്ങളൊക്കെ അയാളെ പരിഗണിക്കാൻ, ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഏറി വരാൻ കാരണമാകും. അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകളൊക്കെ ഈ ഒരു ഇസ്മ കൊണ്ട് അള്ളാഹുവിലേക്ക് ലയിച്ചവർക്ക് ലഭിക്കാനൊക്കെ കാരണമാകുന്നുള്ളതാണ്. ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലി 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 അള്ളാഹുവിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കാരണമാകും. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, PSC വിവിധങ്ങളായ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇസ്മ കൂടെയാണ് ഈ ഇസ്മ. നമ്മൾ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക വളർച്ചയ്ക്ക്, അവരുടെ മെമ്മറി പവറിന്, പഠിച്ചത് മറക്കാതിരിക്കാൻ, നല്ല ബൈഹാർട്ടിങ് പവർ ഉണ്ടാകാൻ, ഇതിനൊക്കെ നമ്മൾ ചില ആയത്തുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പല ആളുകൾക്കും. പലരും അത് കേട്ടവരാണ്. ഇതൊരു ഇസ്മ. ഈ ഇസ്മ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക വളർച്ചയ്ക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഇസ്മാണ്. ഇതോടുകൂടെ ഇസ്മിനോടുകൂടെ അലീം എന്നുള്ള ഒരു ഇസ്മും കൂടെ ചേർത്ത് ചൊല്ലിയാൽ അത് വിദ്യാർത്ഥികൾക്ക്, സ്റ്റുഡൻസിന് കൂടുതൽ ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ അലിയുൽ അലീം, യാ അലീ, യാ അലീം, യാ അലീ, യാ അലീം, യാ അലീ, അലിയുൽ അലീം, അലിയ് അലീം, രണ്ട് ഇസ്മുകൾ. യാ അലിയു യാ അല്ലാ, യാ അലീമു യാ അല്ലാ. കണ്ട, യാ അലിയു യാ അല്ലാ, യാ അലീമു യാ അല്ലാ, യാ അലിയു യാ അല്ലാ, യാ അലീമു യാ അല്ലാ. ഇതിങ്ങനെ ചൊല്ലുന്നത് വളരെയധികം ഉപകാരപ്പെടും. ജനങ്ങൾക്കിടയിൽ അപ്രശസ്തനായ ഒരാൾ, ആളുകൾ അവഗണിച്ചു കൊണ്ടിരിക്കുന്നു, ആളുകൾ പരിഗണിക്കുന്നില്ല, നെവർ മൈൻഡാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു നിലക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർച്ച ലഭിക്കുന്ന രൂപത്തിൽ ആരുടെയും ശ്രദ്ധ പോലും നമ്മിലേക്ക് എത്തുന്നില്ല. അത്തരം ആളുകൾക്കൊക്കെ ഇത് ചൊല്ലുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായി ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രശസ്തനാക്കും. അവരുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക നോട്ടം, ഒരു പരിഗണനയൊക്കെ പ്രത്യേകമായിട്ട് എല്ലാവരിലേക്കും ലഭിക്കും. പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. SSLC, +2, അതേപോലെ ഡിഗ്രി എക്സാമുകൾ, അതേപോലെ തന്നെ PSC തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾ, നമ്മുമായി ബന്ധപ്പെട്ടവർ, നമ്മോട് ഇടപഴകുന്നവർ, അവരൊക്കെ നാളെ എക്സാമാണ് എന്ന് നമ്മോട് പറയുമ്പോൾ നമുക്ക് ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു വലിയുപ്പ, ഒരു വലിയുമ്മ എന്ന അർത്ഥത്തിൽ അവരൊരു ട്രഡീഷണലി അവർ നമ്മോട് ചോദിക്കണേ, ഇങ്ങനെ ഒരു സമ്മതം ചോദിച്ചു പോവുകയാണ് അല്ലേ, ഒരു പ്രത്യേക അദബിൽ, ബഹുമാനത്തിൽ നമ്മളോട് പെരുമാറുകയാണ്. അപ്പോൾ നമ്മളൊരു പഴമക്കാരല്ലേ എന്ന അടിസ്ഥാനത്തിൽ, കുറച്ചു കാലം മുമ്പുള്ളവരല്ലേ, അപ്പോൾ അവർ കുട്ടികളോട് പറയും, എൻ്റെ ഉമ്മാമ്മനോട് ഇങ്ങനെ ചൊല്ലിയിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് അവരത് ആവേശപൂർവ്വം ഏറ്റെടുക്കും. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ മക്കളോട് പറയുക, നിങ്ങൾ മോനത് ചൊല്ലിപ്പോയിക്കോ, മോളേത് ചൊല്ലിപ്പോയിക്കോ, നല്ല വിജയം ലഭിക്കാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു ഇസ്മുമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തു കൊടുക്കുക. അലി എന്ന് പറയുന്ന ഇസ്മ, അതേപോലെ അലീം എന്ന് പറയുന്ന ഇസ്മ. ആരെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം 110 പ്രാവശ്യം ഇത് പതിവായി ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല അമലുകൾ നിരന്തരം പ്രവർത്തിക്കുന്ന, ആളുകൾ ശ്രദ്ധിക്കുന്ന, ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനുള്ള വഴികളൊക്കെ അള്ളാഹു അവന് തുറന്നു കൊടുക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം 110 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ മതി. അത് വളരെ എളുപ്പം ചൊല്ലി തീർക്കുക. യാ അലിയു യാ അല്ലാ, യാ അലിയു യാ അല്ലാ, വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് രോഗമുള്ളവർ, അതേപോലെ തന്നെ നീർവീക്കമുള്ളവർ, ഇങ്ങനെയുള്ള
ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് ഓപ്പറേഷൻ പറഞ്ഞവർ, അത് മുറിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ടവർ, ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ ദിവസം 3 പ്രാവശ്യം ഇത് ഓതിക്കഴിഞ്ഞാൽ, ഇത് 3 ദിവസം ഇങ്ങനെ ചൊല്ലണം. 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത് വളരെ പരിഗണനയോടുകൂടെ വേദനയുള്ള സ്ഥലത്ത് കൈവച്ച്, ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്താണ് നമുക്ക് എന്തെങ്കിലും വേദനയുള്ളത്, ആ ഭാഗത്ത് കൈവച്ച് യാ അലി, ചുരുങ്ങിയത് 3 പ്രാവശ്യം യാ അലിയു യാ അല്ലാ, യാ അലിയു യാ അല്ലാ, യാ അലിയു യാ അല്ലാ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഇസ്മിനൊക്കെ ഒരു വലിയ ബറക്കത്തുണ്ടല്ലോ. അതൊക്കെ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല. വലിയ വലിയ മഹാന്മാരൊക്കെ ഒരൊറ്റ ഇസ്മ കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നത് സുഖപ്പെടാൻ കാരണമാകും. മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് ഇനിയൊരു വഴിയില്ല, അത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നാം പ്രയാസപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് അള്ളാൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ പറയാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു അമല് കൂടെയാണ്. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ പല വീഡിയോസുകൾ ഇടുമ്പോഴും അതിൻ്റെ താഴെയൊക്കെ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കണ്ടുപിടിക്കുക പോലും ചെയ്തിട്ടില്ല അതിൻ്റെ മെഡിസിന്, അത്തരം രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എത്രയോ സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതുവരെ മാറിയിട്ടില്ല, അതേ സ്ഥിതിയിൽ തന്നെ ലക്ഷങ്ങളാണ് ചെലവഴിച്ചത്, എന്നിട്ടും മാറ്റമില്ല, അത്രമേൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന രൂപത്തിൽ പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമുള്ളവർ, രോഗികളെക്കുറിച്ച് അറിയുന്നവരൊക്കെ ആമീൻ പറയൂ. അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകട്ടെ. ഒരു വിദേശിയായൊരു വ്യക്തി, അയാൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല, അതിനൊരുപാട് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടും മെഡിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഫെയിൽ വന്നിട്ട് പോകാൻ സാധിക്കാത്ത ആളുകൾ, ഇനി വിദേശത്തുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല, അത്തരം ആളുകൾക്കും പറ്റും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഇസ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു നിലക്കും ഒരു വഴിയും തുറന്നു കിട്ടുന്നില്ല, നിവൃത്തിയില്ലാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ ഈ ഇസ്മിനെ ഒരു കടലാസിൽ എഴുതിയിട്ട് അത് എഴുതി ചുമക്കുക, അല്ലെങ്കിൽ ഏലസായിട്ടത് കെട്ടുക, അത് ചുമന്നു കൊണ്ട് നടക്കുക. നമ്മുടെ കയ്യിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശരീരവുമായി ചേർന്ന് കിടക്കുന്ന വസ്ത്രത്തിൽ അല്ലെങ്കിൽ പേഴ്സിലൊക്കെ ഇത് പ്രത്യേകമായിട്ട് വെച്ചാൽ അത് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റും. അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അവൻ എന്തിനാണോ അത് ചെയ്തത് ആ വിഷയത്തിൽ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ഒരു ഖിദ്മത്ത് ലഭിക്കാൻ അത് കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ജോലിയില്ലാത്ത എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ പ്രത്യേകമായിട്ട് ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അവർക്കൊക്കെ നല്ല റാഹത്തുള്ള, സന്തോഷമുള്ള, അഭിവൃദ്ധിയുള്ള മഈഷത്തിൻ്റെ വകമുട്ടിക്കാത്ത നല്ല ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഇസ്മാണ് ഈ ഇസ്മ എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉന്നതമായ മർത്തബകൾ സ്ഥാപിക്കാനും ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടാനും ആഗ്രഹങ്ങൾ സാധിക്കാനും നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനും ഈ ഇസ്മ ഫലപ്രദമാണ്. ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അത് കാരണമാകുമെന്ന് പറയാറുണ്ട്. അത് ചില ഇസ്മുകളെക്കുറിച്ചൊക്കെ മഹാന്മാരതിനെ വിശദീകരിച്ചപ്പോൾ അതങ്ങനെ കൃത്യമായി പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഏത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുണ്ടോ അത് പൂർത്തീകരിക്കണം എന്ന നിയ്യത്തോടു കൂടെ ചെയ്തു നോക്കുക, നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ്. അലിയ് എന്ന ഇസ്മിൽ ഇരട്ടയാ ഉണ്ട്. അലിയ് എന്ന് പറയുമ്പോൾ അലി അവസാനത്തെ ലെറ്റേഴ്സ് 2 ലെറ്റേഴ്സ് അത് യഥാർത്ഥത്തിൽ 2 അക്ഷരമാണ്, ഇരട്ടക്ഷരമാണ്. അത് ഉന്നതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഐനും ലാമും സഹജീവികളിൽ നിന്നുള്ള ഔന്നത്യവും അവർ അയാളിൽ കാണുന്ന ചൈതന്യവും വലയവുമാണ്. ആ വലയത്തിനകത്തായിരിക്കും സഹജീവികളെല്ലാം. അങ്ങനെ അവന് ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ കാരണമാകും, ഔന്നത്യം ലഭിക്കാൻ കാരണമാകും, അവൻ്റെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ വരെ ഇത് കാരണമായേക്കാം. കാരണം ഇത് ഇരട്ടാക്ഷരം, അത് അലിയ് എന്നുള്ളതിൽ ഇരട്ടാക്ഷരം അത് ഉന്നതമായ മർത്തബയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇത് എഴുത്തിൻ്റെ ഉപാധികളെല്ലാം പാലിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എഴുതേണ്ടത്. എഴുത്തിനൊരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മളിവിടെ വരുമ്പോൾ
ചില ആളുകളോട് ചില ഇസ്മുകൾ എഴുതാൻ പറയുമ്പോൾ 5 കണ്ടീഷൻസ്, 5 ഷുറൂത്തുകൾ പാലിച്ചുകൊണ്ടാണ്, 5 ഷർത്തുകൾ പാലിച്ചുകൊണ്ടാണ് എഴുതാൻ പറയാറുള്ളത് പലപ്പോഴും. അത് ഓരോന്നിനും ഓരോ രൂപത്തിലാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുക. ചില ഉപാധികളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കുക. ഇപ്പോൾ ചിലതൊക്കെ നമ്മൾ എഴുതുമ്പോൾ അത് അന്നത്തെ ദിവസത്തിൻ്റെ ഒരു എന്താ ബുഹൂർ ഉണ്ടാകും. അമ്പർ കൊണ്ട് അല്ലെങ്കിൽ അകില് കൊണ്ട്, ഇതുകൊണ്ടൊക്കെ പുകച്ചിട്ട് ദേഹത്ത് അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഗോൾഡൻ റിങ്ങിൽ, ഒരു സ്വർണ്ണമോതിരത്തിൽ ഇതിൻ്റെ കളമുണ്ട്. ആ കളം കൃത്യമായി എഴുതി അത് അമ്പർ കൊണ്ടോ അകില് കൊണ്ടോ ഒക്കെ പുകച്ച് അത് ദേഹത്തിൽ ചുമന്നുകൊണ്ട് നടന്നാൽ അവരെ ആരാലും ആദരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഉന്നത പദവി അവന് ലഭിക്കാൻ കാരണമാകും. അപ്പോൾ എല്ലാവരും ഒരു വിനയപുരസ്സരം അവരെ സ്വീകരിക്കുകയും രാജാക്കന്മാർ അവരുടെ രാജവംശം പോലും നിലനിർത്താൻ പണ്ട് മുതൽ ഇന്നേ വരെ ഈ കളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പഴയ രാജാക്കന്മാരൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവരവരുടെ രാജവംശം നിലനിർത്താൻ വേണ്ടി വരെ ഈ കളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരുപാട് ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിച്ച് ചെയ്താൽ അതിന് നല്ല ഫലം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഗോൾഡ് പറയുമ്പോൾ ഗോൾഡ് പുരുഷന്മാർക്ക് ധരിക്കൽ അനുവദനീയമല്ല. അത് സ്ത്രീകൾക്ക് മാത്രമേ ഗോൾഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ റിങ്, മോതിരം ധരിക്കലത് പുരുഷന്മാർക്ക് സുന്നത്തുള്ളതാണ് അല്ലേ? കിതാബുകളിലൊക്കെ കാണാം. ചെറുവിരലിൽ വെള്ളി മോതിരം ധരിക്കൽ, ചെറുവിരലിലാണ് ധരിക്കേണ്ടത്. പുതിയ കാലത്തെ ആളുകൾ ധരിക്കുന്നത് പോലെ എല്ലാ വിരലുകളിലും കൂടി ധരിക്കുക എന്നുള്ളതല്ല, ചെറുവിരലിലാണ് അത് ധരിക്കേണ്ടത് എന്നുള്ളതാണ്. മോതിരം ഒരുപാട്, മോതിരത്തിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടത്. നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാർ മോതിരം ധരിച്ചിരുന്നവരാണ്. സ്വഹാബാക്കളിൽ പലരും മോതിരം ധരിച്ചിരുന്നു. അവരുടെ മോതിരത്തിൽ പ്രത്യേകമായിട്ട് ചില വാക്കുകളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ മോതിരത്തിലൊക്കെ. ഇൻഷാ അല്ലാഹ് എന്താണ് അത് എഴുതി വെച്ചതെന്നൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ സമയം പോലെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഉണർത്താം. അപ്പോൾ പുരുഷന്മാർക്ക് മോതിരം ധരിക്കൽ പ്രത്യേകം സുന്നത്താണ്. മുത്തുനബി തങ്ങളുടെ ഒരു ചര്യയാണ്. കഴിയുന്നവർക്ക് മോതിരം ധരിക്കുക. മോതിരത്തിൻ്റെ ഓരോ സ്റ്റോണിനും ജമ്മിനും പ്രത്യേകമായിട്ടുള്ള ചില ബെനിഫിറ്റ്സുകളുണ്ട്. നമ്മുടെ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ, നല്ല ജോലി ലഭിക്കാൻ. ഈ ചില കല്ലുകളുണ്ട്, ആർക്കെങ്കിലും അറിയോ? ആ കല്ല് ധരിച്ചവരെ ഇന്ന് വരെ കൊല്ലപ്പെട്ടതായിട്ട് കാണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രമേൽ സവിശേഷമേറിയ കല്ലുകളുണ്ട്. നമ്മുടെ ശാരീരികമായ രോഗങ്ങളെയൊക്കെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയുന്ന നാച്ചുറലായ ജമ്മ് ധരിക്കുമ്പോഴായിട്ടാണ്, കറക്റ്റ് ജെനുവിനായിട്ടുള്ള സ്റ്റോണ് ധരിക്കുമ്പോൾ ആ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. തലവേദനയുള്ളവർക്ക്, അതേപോലെ തന്നെ ജോലിയിൽ സ്ഥാനം ലഭിക്കേണ്ടവർക്ക്, അതേപോലെയുള്ള ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഓരോരുത്തർക്കും അനുസരിച്ചുള്ള സ്റ്റോണുകളൊക്കെ ധരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്നു എന്ന് പറയുന്ന സ്റ്റോണുകളുണ്ട്. അതും ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ അടുക്കലൊക്കെ വിവിധ തരം സ്റ്റോണുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ഡ്യൂപ്ലിക്കേറ്റൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അത് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ആളുകളുടെ ഇടയിൽ ഭയങ്കര രസം ഉണ്ടാവും കാണാൻ, പക്ഷേ ബെനിഫിറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് ഒറിജിനലാവുമ്പോൾ അതിന് അതിൻ്റേതായ വിലയുണ്ടാകുകയും ചെയ്യും. അപ്പോൾ മോതിരം ധരിക്കൽ ഏതായാലും പ്രത്യേകം സുന്നത്തുണ്ട്. അത് കഴിയുന്നവരൊക്കെ പുരുഷന്മാർ ചെറുവിരലിൽ ധരിക്കണം എന്നുള്ളതാണ്. മഅ്മൂൻ ചക്രവർത്തിയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പെർഷ്യൻ ചക്രവർത്തിമാരടക്കം പലരും താങ്കളെ തകർക്കാനും ആക്രമിക്കാനും പരാജയപ്പെടുത്താനൊക്കെ ശ്രമിച്ചല്ലോ, പക്ഷെ അവർക്കൊന്നും അതിന് സാധിക്കുന്നില്ല. താങ്കളുടെ സൈന്യത്തിന് മുമ്പിൽ ഏതു സൈന്യവും തോറ്റുപോകുന്നു, പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും ജീവനും കൊണ്ട് ഓടുന്നത് കാണുന്നു. എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് മഅ്മൂൻ ചക്രവർത്തിയോട് ചോദിക്കുമ്പോൾ മഅ്മൂൻ ചക്രവർത്തി കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുത്തു എന്നാ. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നമ്മുടെ പക്കലുള്ള കാലത്തോളം ആരും നമ്മെ പരാജയപ്പെടുത്തുകയില്ല എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായൊരു ബെനിഫിറ്റ് ഉണ്ട്. ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്കും ലഭിക്കാൻ കാരണമാകും. ഐഹിക ലോകത്ത് ദുനിയാവിൽ ഔന്നത്യവും പാരത്രിക ലോകത്ത് വിജയം ലഭിക്കാൻ ഈ ഇസ്മ ദിനം പ്രതി ധാരാളം തവണ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ മതി. നമ്മുടെ ദിക്റിലും നമ്മുടെ ദ്വായിലും മറ്റും അത് ഇങ്ങനെ മുഴച്ച് കാണണം. ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മ അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ
വലിയ റാഹത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പരലോക ജീവിതവും കൂടെ നമുക്കുണ്ടല്ലോ. ഇരുലോക ജീവിതത്തിലുമാണ് നമുക്ക് വിജയം വേണ്ടത്. അതിനനുസരിച്ചുള്ളൊരു ക്രമം, നമ്മുടെ ജീവിതക്രമം വരാനൊക്കെ ഇത് കാരണമാകും. ഇതിൻ്റെ അതത് 110 അലി എന്ന് പറയുന്നതിൻ്റെ. നമുക്കറിയാം ഐൻ എന്ന് പറയുന്നത് 70 ആണല്ലേ. ഐന് അബ് ജ ദ് ഹ വ സ ഹു ത്വീ ക ല മ ന സ അ. കണ്ടില്ല, ഐൻ എന്ന് പറയുന്നത് 70 ലാം എന്ന് പറയുന്നത് 30 യാ 10 അപ്പോൾ അങ്ങനെ ആകെ 110 ഇതിൻ്റെ ആദത്. ഇത് ചൊല്ലുമ്പോൾ 110 എന്ന ആദത് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇസ്മിൻ്റെ കീഴിലുള്ള ഖാദിമീങ്ങളുണ്ട്. ആ ഖാദിമീങ്ങളുടെയൊക്കെ ഒരു ഹെൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് ഉണ്ടാകാൻ കാരണമാകുമെന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് അമലുകളുണ്ട്. അതെല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുക. കഴിയുന്നവർ അസ്മാഉൽ ഹുസ്നയുടെ ഏറ്റവും ചെറിയ റിയാളയെങ്കിലും പൂർത്തീകരിച്ച് വീട്ടാൻ വേണ്ടി സന്നദ്ധമാവുക, പൂർത്തീകരിച്ച് വീട്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. അസ്മാഉൽ ഹുസ്ന ഒരു തവണ ചൊല്ലുമ്പോൾ 99 100 തവണ അള്ളാഹുവിനെ നാം നമ്മുടെ ആ വിഷയത്തിൽ നിയ്യത്ത് പൂർത്തീകരിക്കാൻ 99 100 തവണ ദുആ ചെയ്യുന്നതിന് തുല്യമാണ് ഒരൊറ്റ തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താൻ നാം തയ്യാറാകുക. നിരവധി ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞ് തിരിച്ചിറങ്ങാൻ സമയത്ത് ഈ ഡോറിൻ്റെ സമീപത്ത് നിന്ന് പറയുന്ന ഒരു വാക്യമാണ്, ഉസ്താദ് എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നമ്മൾ അവരോട് ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അത് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നതല്ല, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അള്ളാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. കടങ്ങൾ വീട്ടണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാന്. മരണം ഖൈറാകുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണം അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.